1832 ബോംബെയിലുണ്ടായ നായലഹളയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നായ്ക്കളുടെ ലഹളയല്ല, നായ്ക്കൾക്ക് വേണ്ടി മനുഷ്യർ നടത്തിയ പ്രക്ഷോഭം. അതിനു മുൻപ് തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അടുത്തിടെ വന്ന ഒരു ഉത്തരവുണ്ട്. ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ളതാണ് ആ വിധി. പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തരമായി നീക്കണമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. ഈ വിധി വന്നപ്പോഴാണ് മുമ്പ് വായിച്ച ആ നായലഹളയെക്കുറിച്ച് വീണ്ടും ഓർത്തത്. 1832 സംഭവം. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്ന ശല്യക്കാരായ നായ്ക്കളെ കൊല്ലാനായിരുന്നു ആ ഉത്തരവ്. അതിനെതിരെ ബോംബെയിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ കലാപമാണ് ദി ബോംബെ ഡോഗ് റൈറ്റ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ കണ്ണിൽ തെരുവു നായ്ക്കളും സമരക്കാരും ഒരുപോലെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരായിരുന്നു. പേപിടിച്ച നായ്ക്കളോടാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും ബ്രിട്ടീഷ് ഗവൺമെന്റും അവരുടെ മാധ്യമങ്ങളും അക്കാലത്ത് വിശേഷിപ്പിച്ചത്. ഇനി കുറച്ചു വർഷങ്ങൾ പിന്നിലോട്ട് പോകാം, 1800കളിലേക്ക്. അന്ന് ബോംബെ ഒരു തീരദേശ പട്ടണമായിരുന്നു. സ്വന്തം നാട്ടിൽ അടിമകളും രണ്ടാംകിട പൗരന്മാരുമായി നമ്മുടെ പൂർവികർ കഴിയുമ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ബ്രിട്ടീഷുകാർ വാണിരുന്ന കാലം. ബോംബെയിലെ കടുത്ത ചൂടും കാലാവസ്ഥയും മാത്രമായിരുന്നു അവരുടെ സുഖലോലുപതയ്ക്ക് അല്പമെങ്കിലും ഭംഗം വരുത്തിയത്. ജനലുകളിൽ നനച്ച ഈറ്റപ്പായകൾ തൂക്കി ചൂടകറ്റാൻ മുഴുവൻ സമയവും വലിയ വിശറികൾ വീശാൻ വേലക്കാരെയൊക്കെ നിർത്തിയായിരുന്നു ആ സുഖ സുഷുപ്തി. എന്നാൽ ഈ സമയത്ത് അവർക്കുണ്ടായ ആകെയുള്ള ബുദ്ധിമുട്ട് തെരുവിൽ കുരച്ചു നടന്ന് ബഹളമുണ്ടാക്കുന്ന തെരുവ് നായ്ക്കളായിരുന്നു. അവയുടെ കുര അധികാരികളുടെ ഉച്ചയുറക്കത്തെ പലപ്പോഴും തടസ്സപ്പെടുത്തി. ഇതൊരു വലിയ ശല്യമായി മാറിയപ്പോൾ 1813 ചൂട് കൂടിയ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരുവ് നായകളെ അടിയന്തരമായി പിടികൂടാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതങ്ങനെ വർഷങ്ങളോളം തുടർന്നു. പിന്നീട് 1832 ഒരു ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഈ കാലാവധി ജൂൺ പകുതി വരെ നീട്ടി. മാത്രമല്ല, നായ്ക്കളെ പിടികൂടി കൊല്ലുന്നവർക്ക് ആകർഷകമായ പ്രതിഫലവും പ്രഖ്യാപിച്ചു. ഒരു നായയെ കൊല്ലുന്നവർക്ക് 8 അണയായിരുന്നു പ്രതിഫലം. മുമ്പും തെരുവ് നായ്ക്കളെ കൊന്നിരുന്നെങ്കിലും മുൻ വർഷങ്ങളെക്കാൾ നായവേട്ട ശക്തമാക്കിയതും പ്രതിഫലം പ്രഖ്യാപിച്ചതും ചിലർക്കൊക്കെ പുതിയൊരു വരുമാന മാർഗമായി. നായ്ക്കളെ തിരഞ്ഞുപിടിച്ച് വകവരുത്താൻ പല പോലീസ് ഉദ്യോഗസ്ഥരെയും പട്ടിപിടുത്തക്കാരെയും ഇത് പ്രേരിപ്പിച്ചു. തെരുവ് നായ്ക്കളെ കിട്ടാതായതോടെ വളർത്തു നായ്ക്കളെ വരെ അവർ കണ്ടെത്തി കൊല്ലാൻ തുടങ്ങി. പക്ഷേ ഈ ക്രൂരമായ നായവേട്ടയിൽ ആഴത്തിൽ വേദനിച്ച ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. ബോംബെയിലെ പ്രബലരായ പാഴ്സി സമൂഹം. പേർഷ്യയിൽ നിന്നെത്തിയവരുടെ പിൻഗാമികളാണ് പാഴ്സികൾ. ഇറാനിയൻ പ്രവാചകനായ സറാത്തുസ്ത്രയുടെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും പഴയ സംഘടിത മതങ്ങളിലൊന്നാണ് സ്വരാഷ്ട്രിയൻ മതം അഥവാ പാഴ്സി മതം. സ്വരാഷ്ട്രിയൻ വിശ്വാസപ്രകാരം നായകൾ പ്രപഞ്ച സൃഷ്ടാവായ അഹൂറ മസ്തയുടെ ഏറ്റവും പവിത്രവും ഉത്കൃഷ്ടവുമായ സൃഷ്ടിയാണ്. അവയിൽ തിന്മയില്ല, നന്മ മാത്രമേയുള്ളൂ. മരണശേഷം സ്വർഗത്തിലേക്കുള്ള വഴിയിലുള്ള ചിൻവാദ് പാലം കാത്തു സൂക്ഷിക്കുന്നത് നായകളാണെന്നാണ് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമായ വെണ്ടിദാത് പറയുന്നത്. നീതിമാനായ ഒരാളുടെ ആത്മാവിന് ആ പാലം കടക്കാൻ നായ തുണയാകുമെന്നാണ് സങ്കല്പം. 3 സഹസ്രാബ്ദങ്ങളായി ഇവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും നായകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അത്രയേറെ പവിത്രമായ ഒരു മൃഗത്തെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നു തള്ളുന്നതിനെതിരെ അവർ രംഗത്തെത്തിയത് തികച്ചും സ്വാഭാവികമായിരുന്നു. 1832 ജൂൺ 6 പാഴ്സികൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു പുണ്യ ദിവസമാണ്. ആ ദിവസം നായ്ക്കളെ കൊല്ലരുതെന്ന് അവർ അധികാരികളോട് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ അഭ്യർത്ഥന ഒട്ടും മാനിക്കാതെ ഒരു കൂട്ടം പോലീസുകാരും പട്ടിപിടുത്തക്കാരും നായ്ക്കളെ തിരഞ്ഞിറങ്ങി. ഇതോടെ പ്രകോപിതരായ ഒരു കൂട്ടം പാഴ്സികൾ നായ്ക്കളെ പിടിക്കുന്നവരെ ആക്രമിക്കുകയും നായകളെ കൊല്ലുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കൂടുതലായി താമസിച്ചിരുന്ന ഫോർട്ട് മേഖലയിലെ പോലീസ് സ്റ്റേഷനും ഹൈക്കോടതിക്ക് മുന്നിൽ വടികളും കല്ലുകളുമായി 200ഓളം പേർ തടിച്ചുകൂടി. നായ്ക്കളെ രക്ഷിക്കാൻ ശ്രമിച്ച 2 യൂറോപ്യൻ കോൺസ്റ്റബിൾമാർക്ക് നേരെയും ആക്രമണമുണ്ടായി. തൊട്ടടുത്ത ദിവസം പാഴ്സി സമൂഹം നഗരത്തിൽ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചു. പാഴ്സികളുടെ ഈ ജനകീയ പ്രക്ഷോഭത്തിനൊപ്പം ബോംബെയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജൈനരുമെല്ലാം അണിനിരന്നു. വേണ്ടി ബസാറിലെയും എസ്പ്ലനേഡിലെയും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പ്രതിഷേധക്കാർ വണ്ടികൾ തടഞ്ഞു. ചീഫ് ജസ്റ്റിസ് സർ JW ഓർഡറിയുടെ വാഹനത്തിനു നേരെ കല്ലുകളും മാലിന്യങ്ങളും ചത്ത എലികളെയും എറിഞ്ഞു. 3000ഓളം പ്രതിഷേധക്കാരാണ് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അന്ന് തെരുവിലിറങ്ങിയത്.
ഗവേഷകയായ ജെസ്സി പാൽസെറ്റിയയുടെ മാഡ് ഡോഗ്സ് ആൻഡ് പാസീസ് എന്ന പ്രബന്ധത്തിൽ ഈ കലാപത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. തുറമുഖത്ത് കപ്പലുകളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നതുവരെ അവർ തടഞ്ഞു. പട്ടാളത്തിലേക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നത് തടയാൻ പാസികൾ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുകയും 500ഓളം വരുന്ന സംഘം പോലീസ് ഓഫീസ് വളയുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്തിരിയാനുള്ള പോലീസിന്റെ ആവശ്യം ആൾക്കൂട്ടം കേൾക്കാതായതോടെ അവർ സൈന്യത്തെ ഇറക്കി. പ്രതിഷേധത്തിനെതിരെ 1715 കലാപ നിയമം പ്രഖ്യാപിച്ചു. നേതാക്കളിൽ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. തൊട്ടടുത്ത ദിവസം നായ്ക്കളോട് കരുണ കാണിക്കണമെന്ന് അപേക്ഷിച്ചു. അതേസമയം ബ്രിട്ടീഷുകാരോട് തങ്ങൾക്കുള്ള വിശ്വാസ്യത ഉറപ്പു നൽകിക്കൊണ്ടും 40 പ്രമുഖ വ്യാപാരികൾ ഒരു നിവേദനം സമർപ്പിച്ചു. തൽക്കാലത്തേക്ക് ആ വിഷയം അവിടെ അവസാനിച്ചു. 1832 ഒക്ടോബറിലാണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ജാമ്യത്തിലായിരുന്ന 19 പേരുടെ വിചാരണ നടക്കുന്നത്. 10 പേർ കുറ്റക്കാരാണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അതിൽ 5 പേർ പാഴ്സികളായിരുന്നു. ഇവർക്കെതിരെയുള്ള തെളിവുകൾ പലതും അപൂർണമായിരുന്നുവെന്നും ജഡ്ജിമാർക്കും ജൂറിക്കും ഇടയിൽ പോലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാൽസെറ്റിയയുടെ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് 1 മാസം മുതൽ 18 മാസം വരെ തടവ് ശിക്ഷയും ചിലർക്ക് 2000 രൂപ പിഴയുമാണ് ചുമത്തിയത്. പൊതുവെ ശാന്തപ്രകൃതരും വ്യാപാരത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരുമായി കരുതപ്പെട്ടിരുന്ന പാഴ്സികളുടെ ഇമേജ് 1832 ജൂണിലെ സംഭവങ്ങളുടെ പാടെ മാറിയെന്നതാണ് വസ്തുത. ബ്രിട്ടീഷുകാരുമായുള്ള അവരുടെ ആഴത്തിലുള്ള ബന്ധത്തിൽ ഈ സംഭവം വലിയൊരു വിള്ളലുണ്ടാക്കി. പക്ഷേ തദ്ദേശീയരുടെ മതവികാരങ്ങളെയും ആചാരങ്ങളെയും വ്രണപ്പെടുത്തരുത് എന്ന വിലപ്പെട്ട പാഠം ബ്രിട്ടീഷുകാർ ആദ്യമായി പഠിച്ചത് ഈ കലാപത്തിലൂടെയാണ്. എന്നിട്ടും 25 വർഷങ്ങൾക്ക് ശേഷം 1857 സിപ്പായി ലഹളയിലൂടെ ഈ പാഠം അവർക്ക് ഒരിക്കൽ കൂടി പഠിക്കേണ്ടി വന്നു. ഈ നായ സംരക്ഷണ പ്രതിഷേധം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാത്തതിനാലും ആർക്കും ജീവൻ നഷ്ടപ്പെടാത്തതിനാലും അറസ്റ്റിലായ ഭൂരിഭാഗം പേരെയും പിന്നീട് വിട്ടയച്ചു. പക്ഷേ തങ്ങൾക്കേറ്റ വലിയ മാനക്കേട് കരുതിയിട്ടാകണം നായ്ക്കൾക്കെതിരെയുള്ള ആ കരിനിയമം പൂർണ്ണമായി പിൻവലിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പകരം തെരുവു നായ്ക്കളെ ഭാവനഗർ പോലുള്ള ദൂരസ്ഥലങ്ങളിലേക്ക് നാടുകടത്താനായിരുന്നു അവരുടെ ശ്രമം. എങ്കിലും പാഴ്സികളുടെ ശക്തികേന്ദ്രമായ പൂനെയിൽ നിന്ന് നായ നിയന്ത്രണ നിയമം പൂർണ്ണമായും എടുത്തുമാറ്റാൻ അവർ നിർബന്ധിതരായി.